സദ്ഗുരുവേ ശരണം. ഇന്ന് 2025 ജനുവരി 16 വ്യാഴാഴ്ച. ഗുരുധർമ്മ സത്യയാത്രയുടെ 3-ാം ദിവസമായ ഇന്ന് ആദ്യം പോകുന്നത് തിരുവനന്തപുരത്ത് മണ്ണന്തലയിലുള്ള ശ്രീ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലേക്കാണ്. നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഗുരു കുറച്ചുനാൾ ആരാധന ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തലയുള്ള ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിന് മുൻപാണ്. ഏകദേശം 135 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മണ്ണന്തലയില്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ 2ാമത്തെ പ്രതിഷ്ഠയാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം മണ്ണന്തലയുള്ളത്. ഇവിടെ ദീർഘകാലം നമ്മുടെ ഗുരു ആരാധന ചെയ്തിട്ടുണ്ട്. കാര്യം ആ കാര്യത്തെക്കുറിച്ച് ഗുരു ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വിശ്വവംശം സിനിമയിൽ അഭിനയിക്കാനായിട്ട് നിശാന്ത് സാഗർ വന്ന സമയത്ത് നിശാന്ത് സാഗറും ഞാനും കൂടെ ഒരുമിച്ചാണ് ഗുരുവിനെ കാണാൻ കയറിയത്. അത് ഗുരു അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മണ്ണന്തലയെ കുറിച്ച് പറയുകയും മണ്ണന്തലയിലെ ഈ ക്ഷേത്രത്തിൽ ഗുരു കുറച്ചുനാൾ ആരാധന ചെയ്തിരുന്നെന്നും ആ കാലഘട്ടത്തിൽ ഇവിടെ ധാരാളം രാജപാളയം സൈക്കിൾ ഉണ്ടായിരുന്നെന്നും അതിനെ ഗുരുവിന് നല്ല ഭയമായിരുന്നെന്നും ഒക്കെ ഗുരു ഹാസ്യരൂപേണ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഡോക്യുമെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഗുരു ആരാധന ചെയ്തിരുന്ന മണ്ണന്തല ശ്രീ ആനന്ദവല്ലീശ്വരി ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളും അവിടുത്തെ പ്രതിഷ്ഠയും എല്ലാം കാണാം. ഞാനെന്നിൽ നിന്നെ സൂക്ഷിച്ചിരുന്നു, ബ്രഹ്മത്തിൻ്റെ വന്ദിത രൂപവും ഭാവവുമായങ്ങനെ ചൈതന്യധാമമായി വിളങ്ങി നിന്നിരുന്നു. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. ആനന്ദവല്ലീശ്വരം ക്ഷേത്രാങ്കണത്തിലുള്ള കിണറാണ് ഈ കാണുന്നത്. പൂജയ്ക്കും മറ്റ് ക്ഷേത്രാവശ്യങ്ങൾക്കുമുള്ള വെള്ളം എടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. ഗുരു ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന കാലത്തും ഈ കിണർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കിണറിൽ നിന്ന് എത്രയോ കാലം ഗുരു സ്വന്തം കൈകൊണ്ട് വെള്ളം കോരിയിട്ടുണ്ട്. ശരണ്യനായി സദാ ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. എന്നിലാനന്ദ ഭാവമായി നിറയുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നിതൻ മനം. യുഗാന്തരങ്ങളിൽ അവസ്ഥാന്തര ഭാവങ്ങളാ വേദാതീത ദീർഘദർശിയും ഋഷിയുമായി അനാദ്യനായി ആദിമരൂപനായി ബ്രഹ്മം നിന്നെ അരുമയായി സൂക്ഷിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്കും സങ്കല്പത്തിനും ശേഷം മണ്ണന്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ അടുത്തതായി പ്രാർത്ഥിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. ആ ഹോസ്പിറ്റലും അതിൻ്റെ പരിസരവും നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലും അതിൻ്റെ പരിസരവും കൂടി ഈ പ്രാർത്ഥനാ തീർത്ഥയാത്രയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സുരേഷാണ്. ഇന്ന് ഞങ്ങളുള്ളത്
തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെയാണ്. ഇന്ന് ഗുരുധർമ്മ സഭയാത്രയുടെ 3ാമത്തെ ദിവസമാണ്. ഈ ഹോസ്പിറ്റലില്, അതായത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ഗുരു കുറച്ച് ദിവസം ചികിത്സ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയ ഒരു കെട്ടിടമാണ്. അത്രയും പുരാതനമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഗുരുവിന്റെ ചെറുപ്പകാലത്ത് ചികിത്സ നേടിയിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റായി കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലും ഇതിന്റെ ഈ പഴയ ബിൽഡിങ്ങും എല്ലാം നമ്മുടെ വിശ്വാസികളുടെ അറിവിലേക്കായിട്ടും പരമ്പരയ്ക്ക് മനസ്സിലാക്കാനും ഇത് വരുന്ന തലമുറയ്ക്കായിട്ടും പങ്കുവയ്ക്കുന്നത്. വരും കാലങ്ങളിൽ ഈ ഹോസ്പിറ്റലിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ഈ പഴയ തെക്കൻ തിരുവിതാംകൂർ വാസ്തുവിദ്യാ ശൈലിയിലുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു നീക്കി വലിയ ബഹുനില കെട്ടിടങ്ങൾ വന്ന് നിറയാം. അന്നും ഗുരു ഇവിടെ ചികിത്സ തേടിയിരുന്ന കാലത്തെ കെട്ടിടങ്ങളും അക്കാലത്തെ വാസ്തുവിദ്യയും ആ കെട്ടിടത്തിൻ്റെ ദൃശ്യഭംഗിയും ഗുരുവിശ്വാസികൾക്കും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും അറിവിലേക്കായാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. നീ എന്നിലാനന്ദ ഭാവമായി നിറയുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നിതൻ മനം. പല പല നാളുകൾ ബ്രഹ്മമങ്ങയോടരുളിയിങ്ങനെ, ഞാനെന്നിൽ നിന്നെ സൂക്ഷിച്ചിരുന്നു. ബ്രഹ്മത്തിൻ്റെ വന്ദിത രൂപവും ഭാവവുമായങ്ങനെ ചൈതന്യധാമമായി വിളങ്ങി നിന്നിരുന്നു. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. നീ എന്നിലാനന്ദ ഭാവമായി നിറയുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നിതൻ മനം. അണുവായി പുഴുവായി ദരിദ്രരിൽ ദരിദ്രനായി, രാജാധിരാജനായി വിശുദ്ധരിൽ വിശുദ്ധനായി, ത്യാഗിയായി പരിശുദ്ധനാമാവായി വിളങ്ങുമീശനായി ശരണ്യനായി സദാ. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. നീ എന്നിലാനന്ദ ഭാവമായി നിറയുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നിതൻ മനം. യുഗാന്തരങ്ങളിൽ അവസ്ഥാന്തരഭാവങ്ങളാ വേദാതീത ദീർഘദർശിയും ഋഷിയുമായി. പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ യാത്ര തുടരുമ്പോൾ സമയം രാവിലെ 10:30. അവിടെ നിന്നും അടുത്തതായി പോകുന്നത് കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനും ഗുരുവുമായി ഒരു ബന്ധമുണ്ട്. അത് വിശ്വാസികൾക്ക് എന്നും വേദന ഉളവാക്കുന്ന ഒരു അനുഭവമാണ്. വർക്കലയിൽ ഇരിക്കുന്ന സമയത്ത് ഇനി 2 പേർ കാണത്തക്ക രീതിയിൽ ഇരിക്കരുതെന്ന് ബ്രഹ്മവാക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു കുറച്ചു ദിവസം 2 ആൾ കാണത്തക്ക രീതിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞ ഒരു പീരീഡ്, ആ പീരീഡ് തീരുന്നതിന് ഒരു ദിവസം മറ്റോ മുമ്പ് ഗുരു അത് മറന്നിട്ട് കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് നിന്ന ഗുരു ട്രെയിനിലേക്ക് കയറിയ സമയത്ത് പിറകെ ഓടി വന്ന ആരോ
ഗുരുവിൻ്റെ തോളിൽ കിടന്ന രണ്ടാം മുണ്ട് വലിച്ചെടുത്തിട്ട് മുതുകത്ത് ഒരടിയടിച്ചു. ഗുരു വല്ലാതെ വേദനിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഗുരുവിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം നടന്നത് ഈ കടയ്ക്കാവൂർ സ്റ്റേഷനിൽ വെച്ചാണ്. അതിനുശേഷം ആ വ്യക്തിയുടെ, ഗുരുവിനെ അടിച്ച ആ വ്യക്തിയുടെ പിൻതലമുറക്കാർ 1990 ശേഷം ആശ്രമ വിശ്വാസത്തിൽ വരികയും അവരുടെ പിന്മുറക്കാർ ആശ്രമത്തിലെ പരമ്പരയുടെ ഭാഗമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട 3-ാം തലമുറയിൽപ്പെട്ടവർ ഇന്നും ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനവുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായി കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കാരണം അവിടെ നമ്മുടെ ഗുരുവിനോട് ചെയ്ത ആ ഉപദ്രവത്തിന് പരമ്പരയിലെ ഗുരുവിശ്വാസികൾ എന്ന രീതിയിൽ ഗുരുവിനോട് തന്നെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ആ കടയ്ക്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ചരണത്തിൽ എനിക്കു കൃപാവരം തന്നണച്ചു നിർത്തിയിടുമോ നിന്റെ സർവാത്മ പ്രഭാപ്രസരത്തിൽ ഗുരു എന്നെ നിത്യം ലയിപ്പിച്ചു നിർത്തിയിടുമോ. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. നീ എന്നിൽ ആനന്ദഭാവമായി നിറയുന്നു, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നിതൻ മനം. ബ്രഹ്മകാരുണ്യത്തിൽ നിറയുന്നിതൻ മനം എന്നെ നിൻ മഹിമയിൽ കുളിർപ്പിക്കുന്നു ഗുരു. നീ